കെ സി നമുക്കൊപ്പം ചേരാണ് വോട്ടർ സൈക്കിൾ ഡയറിക്കൊപ്പം. കെ സി നിയമം ലംഘിക്കണ്ട. ഓക്കെ കൽ മിലേംगे. പ്രധാനപ്പെട്ട നേതാക്കളല്ലേ കെ സി? എല്ലാവരും എല്ലാം വരിഷ്ഠ നേതാക്കൾ ഹേ ഹമാരാ. എങ്ങനെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട്? ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാരെല്ലാം വിളിച്ചു കൂട്ടി നാളെ കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആവേശഭരിതരായിട്ടുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ കണ്ടത് വസന്തുണ്ടായിരുന്നു. ഇവിടെ വലിയ ആൾക്കൂട്ടം മാത്രമല്ല, ഉള്ള ആൾക്കൂട്ടത്തിന്റെ ഇൻവോൾവ്മെന്റ്. സാധാരണ അങ്ങനെ പബ്ലിക് മീറ്റിംഗ് ആൾക്കൂട്ടം ഉണ്ടാവും നമ്മൾ അറേഞ്ച് ചെയ്താൽ. പക്ഷേ ഈ അറേഞ്ച് ചെയ്ത ഓരോ ആളും അതിനകത്ത് ഇൻവോൾവ് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു ഞാൻ നാലിടത്തും കണ്ടത്. പിന്നെ പ്രിയങ്ക ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയായതിനൊക്കെ കൂടുതൽ അധ്വാനിക്കാൻ ചെയ്തിട്ടുണ്ട്. 9 മണിക്ക് വിട്ടു. ഞങ്ങൾ രാവിലെ 9 മണിക്ക് എന്നോട് ഇത് വരാൻ പറഞ്ഞു. 9 മണി വരെ എന്നോട് മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി. ഇനിയിപ്പോൾ രാത്രി 10 മണിക്കാണ് വരിക. 10 മണിക്ക് വന്നാൽ വീണ്ടും ഇത്തരം മീറ്റിങ്ങുകളുണ്ട് കുറച്ച് 2 മണി വരെയൊക്കെ. എന്നിട്ട് പിന്നെ വീണ്ടും രാവിലെ 8 മണിക്ക്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കഠിനാധ്വാനം വളരെ നന്നായിട്ട് അത് ഗാന്ധി കുടുംബം ഈ മണ്ഡലങ്ങളെ പ്രസിദ്ധീകരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഈ മണ്ഡലത്തിൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ജനങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കിഷോർലാലിനെ അറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലും അമേഠിയിലില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സോഫറായിട്ടുള്ള സമീപനം, പിന്നെ ഉള്ള കോൺഗ്രസുമായിട്ട് അടുക്കാത്ത സമൂഹങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി പിന്നെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ടെന്നാണ് നമുക്ക്. അമേഠി ഇത്തവണ വിട്ടുകൊടുക്കൂല എന്നുള്ളത് തന്നെയാണ്. അമേഠി ഞങ്ങളെ പ്രസ്റ്റീജാണ് അമേഠി. ഫണ്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയ പൈസ പോലും അതിലായി പോയി. എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു ഇപ്പോൾ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രയാസകരമായ കാര്യം അത് തന്നെയാണ്. പക്ഷെ ഒരു ഗുണം കിട്ടിയത് ഈ പബ്ലിസിറ്റി വന്നതോടുകൂടി, ഞങ്ങളെ ഫണ്ട് വരവിപ്പിച്ചു വന്നതോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കിടയിൽ അന്ന് തന്നെ ഒരു മാനസികാവസ്ഥ വന്നു. അവിടുത്തെ ലോക്കലായിട്ടുള്ള പാർട്ടിക്കാരുടെ സഹായം അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ലോക്കലായിട്ട് തന്നെ ഇത് മാനേജ് ചെയ്യണമെന്നൊരു ചിന്താഗതി അവർക്ക് വന്നിട്ടുണ്ട്. ആർഭാടങ്ങളില്ല, വലിയ അവരും ചിലവാക്കുന്നതിൻ്റെ 10-1 അടുത്തോട്ട് എത്താൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി പോകാനുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥികൾ മുഖാന്തരം ചെയ്യുന്നു. കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പ്രതിസന്ധികൾ അത് ഞാൻ പറഞ്ഞില്ല. പ്രതിസന്ധികൾ സാധാരണ ഇലക്ഷൻ്റെ രീതിയിലല്ല, പ്രയാസത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. രാജ്യത്താകമാനമുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. അതിനിടയിൽ നമ്മുടെ വോട്ടർ സൈക്കിൾ ഡയറി ശ്രദ്ധിക്കലുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്നെ തമിഴ് ഗ്രാമത്തിലൊക്കെ ഡൽഹിയിൽ പോയ വാർത്ത ഞാൻ കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അവിടെ പോയിട്ട് ഡൽഹിയിലത്തെ തമിഴ് വോട്ടർമാരുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഒരു നവീനമായ രീതിയായിട്ട് എനിക്ക് തോന്നി ഈ മോട്ടോർ സൈക്കിളിലെ ഈ യാത്ര. ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും കെ സി, ആശംസകൾ. താങ്ക് യു വെരി മച്ച്. മാതൃഭൂമിയോട് ഇങ്ങനെ ഈ പുതിയ രീതിയിൽ സംസാരിക്കാൻ പറ്റിയത് ഐ ആം ഓൾസോ ഹാപ്പി. അത് റായ്ബറേലിയുടെ മണ്ണിൽ. ഓക്കെ.